എൻ്റെ പേര് ഗോവിന്ദൻകുട്ടി. ഞാൻ ഇവിടെ വരാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത് അബ്ദുൽ കലാം ഇവിടെ വന്നാൽ പല സംശയങ്ങൾക്കും നിവാരണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് ഇവിടെ പ്രസംഗിച്ചതിൽ പലരോടും വിയോജിപ്പുണ്ടെങ്കിലും അത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉള്ള സമയമില്ലാത്തതുകൊണ്ട് പ്രധാനമായിട്ടൊരു കാര്യം മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ വേദിക് റിലിജൻസ് പ്രധാനമായിട്ട് ഹിന്ദുയിസം, ജൈനിസം, ബുദ്ധിസം, ഈ 3 റിലിജൻസും പുനർജന്മത്തിൽ ഗാഠമായിട്ട് വിശ്വസിക്കുന്നതാണ്. നേരെ മറിച്ച് സെമിറ്റിക് റിലിജൻസായ ജൂഡായിസം, ജ്യൂസ്, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം ഇത് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല. ഇത് എങ്ങനെയാപ്പോൾ ഇത് തമ്മിൽ ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും? പുനർജന്മം, ഈ മോക്ഷം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൽ സ്വർഗത്തിൽ പോകലല്ല. ഈ ജന്മങ്ങളുടെ ഇതിൽ നിന്ന് മുക്തമാവുകയാണ്. പുനർജന്മങ്ങളിൽ നിന്ന് ആത്മാവ് മുക്തമാവുന്ന ഒരു അവസ്ഥയാണ് മോക്ഷം. സ്വർഗപ്രാപ്തി അല്ല. അത് പറയേണ്ടല്ലോ. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാന്മാൻ പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ ഹിന്ദുമതം ലോകത്തിലെ ഒരു പകുതിയിലധികം ഹിന്ദുമതവും ജൈനമതവും ബുദ്ധമതവും വിശ്വസിക്കുന്നവരാണ്. അവരിങ്ങനെ പുനർജന്മത്തിൽ വിശ്വസിക്കുകയും മറ്റുള്ളവർ പുനർജന്മത്തിലല്ല, മരണത്തിന് ശേഷം സ്വർഗത്തിൽ പോവുകയാണ്. ഒരു ലാസ്റ്റ് ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിൽ പാപം ചെയ്തവരപ്പുറത്ത് നിൽക്കുക, മറ്റുള്ളവരപ്പുറത്ത് നിൽക്കുക, അവർക്ക് സ്വർഗം കൊടുക്കുക, അങ്ങനെയുള്ള വിശ്വാസങ്ങളിലാണ്. ഇത് ശരിയാണെന്ന് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ റിച്ചാർഡ് ഡോക്കിൻസ്, ഗോഡ് ഡെലൂഷൻ, വലിയൊരു ബയോളജിസ്റ്റാണ് റിച്ചാർഡ് ഡോക്കിൻസ്. ഗോഡ് എന്നുള്ള ഒരു ഡെലൂഷനാണെന്ന് സ്ഥാപിക്കുന്ന അദ്ദേഹം എവല്യൂഷനിൽ അങ്ങേയറ്റം പണ്ഡിതനാണ്. ഒരു പുസ്തകമുണ്ട്, അത് ദയവായി വായിക്കണമെന്ന് അപേക്ഷ. ബഹുമാന്യനായ ജ്യേഷ്ഠ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് പുനർജന്മം വിശ്വസിക്കുന്ന വേദിക് റിലിജൻസ്, മറുവശത്ത് മരണാനന്തര ജീവിതത്തിൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന സെമിറ്റിക് റിലിജൻസ്. ഇത് എങ്ങനെയാണ് ഐക്യപ്പെടുക എന്നുള്ളത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഗോഡ് ഡെലൂഷൻ എന്നുള്ള ഗ്രന്ഥം വായിക്കണമെന്നാണ്. ഗോഡ് ഡെലൂഷൻ എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിൽ റിച്ചാർഡ് ഡോക്കിൻസിൻ്റേതായിട്ടുണ്ട്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി മലയാളത്തിൻ്റേതായ ചുവ വരുത്തിക്കൊണ്ട് രവിചന്ദ്രൻ പ്രസിദ്ധീകരിച്ച നാസ്തികനായ ദൈവം എന്ന പുസ്തകം DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് എല്ലാം തന്നെ ഇറങ്ങിയ ഒരുപാട് മറുപടികളുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ ഗോഡ് ഡെലൂഷന് മറുപടി വന്നിട്ടുണ്ട്. ഗോഡ് ഈസ് നോട്ട് എ ഡെലൂഷൻ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ നാസ്തികനായ ദൈവം എന്ന പുസ്തകം അടക്കമുള്ള ഗ്രന്ഥത്തിന് മറുപടി വന്നിട്ടുണ്ട്. ആ മറുപടി ഗ്രന്ഥങ്ങൾ കൂടി എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് വായിക്കണം എന്നാണ് ആ രണ്ടാമത്തെ ചോദ്യത്തിന് ഉള്ള മറുപടിയായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ പ്രശ്നം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് 2 വീക്ഷണങ്ങൾ. ആ വീക്ഷണങ്ങളിൽ എങ്ങനെയാണ് ഏകതയുണ്ടാവുക? നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല 2 വീക്ഷണങ്ങളുള്ളത് എന്നാണ്. ദൈവമുണ്ട് എന്ന കാര്യത്തിൽ വേദിക് റിലിജൻസ് എല്ലാം ഒരേപോലെ അംഗീകരിക്കുന്നവ എന്ന് പോലും പറയാൻ പറ്റുമോ? ഇവിടെ എൻ്റെ സുഹൃത്ത് തന്നെ
സൂചിപ്പിച്ച വേദിക് റിലീജിയൻസ്. ഒന്ന് ഹിന്ദുമതം. അങ്ങനൊരു മതം തന്നെ ഉണ്ടായിട്ടില്ല സത്യത്തിൽ. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ഹിന്ദുമതം. അതേപോലെ തന്നെ ബുദ്ധമതം. ബുദ്ധമതത്തിൻ്റെ അടിത്തറ പരിശോധിച്ചാൽ ദൈവസങ്കല്പം തന്നെ പലപ്പോഴും അതിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു വിഷയത്തിൽ മാത്രമല്ല അഭിപ്രായ വ്യത്യാസം നടത്തും. വേദത്തിൽ തന്നെ, വൈദിക മതത്തിൽ തന്നെ വൈദികമായ ചിന്തയുണ്ട്, അതേപോലെ തന്നെ അദ്വൈത ചിന്തയുണ്ട്, വിശിഷ്ടാദ്വൈത ചിന്തയുണ്ട്, ദ്വൈതാദ്വൈത ചിന്തയുണ്ട്, ദ്വൈത ചിന്തയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതിലുമുണ്ട്. ഇതേപോലെ മരണാനന്തര ജീവിതത്തിലും കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വേദങ്ങളുടെ മൂലം എന്ത് പറയുന്നതാണ് നമ്മൾ പരിശോധിച്ചത് ഇവിടെ. ആ വേദങ്ങളുടെ മൂലത്തിൽ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. വേദങ്ങളെല്ലാം അടിസ്ഥാനപരമായി ഏകനാണ് സൃഷ്ടാവെന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന തത്വം പഠിപ്പിച്ചു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ വേദത്തിൻ്റെ ആളുകളെന്ന് പറയുന്നവർ പലതരം ആരാധനകളിലേക്കും പോയി. ബഹുദൈവ ആരാധനയുണ്ടായി, ബഹുപൂജകളുണ്ടായി. അല്ല, ഇതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതം, അവിടെയുള്ള സ്വർഗനരകങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, സെമിറ്റിക്കുകാരുടെ വിശ്വാസം. നിങ്ങൾ വേദങ്ങൾ പരിശോധിക്കുക. വേദങ്ങൾ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, 4 വേദങ്ങൾ പരിശോധിക്കുക. അവിടെ എവിടെയെങ്കിലും പുനർജന്മത്തിന് ഉപോത്ബലകമായ വല്ല തെളിവും കാണാൻ കഴിയുമോ? ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. പുനർജന്മ സിദ്ധാന്തം വേദങ്ങളിൽ എവിടെയില്ല. വേദങ്ങളിൽ എവിടെയും നമ്മൾ പുനർജന്മ സിദ്ധാന്തമല്ല. എന്നാൽ വേദകാലഘട്ടത്തിൽ ആര്യന്മാരുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കും. അതെന്താ? ഒരു നക്ഷത്ര ലോകമുണ്ടെന്നും ആ നക്ഷത്ര ലോകത്തിലേക്കാണ് നന്മയുള്ളവർ പോവുകയെന്നും എല്ലാമുള്ള വിശ്വാസങ്ങളുടെ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യ കാലഘട്ടത്തിലെ ഉപനിഷത്തുകൾ പരിശോധിച്ച് നോക്കുക. ആ ഉപനിഷത്തുകളിൽ നമ്മൾ കാണുന്നതാ? ഉപനിഷത്തുകളിൽ കാണുന്ന സ്വർഗനരകങ്ങളാണ്. സ്വർഗനരകങ്ങളാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, കഠോപനിഷത്ത്. കഠോപനിഷത്തിലെ പ്രഥമ വല്ലി, 1-ാമത്തെ വല്ലി, അതിലെ പ്രഥമാധ്യായം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം നമ്മളിങ്ങനെ വായിക്കുന്നു. സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്വത്വം ന ജരയാഭിഭേദി ഉഭേ തീർത്വാശനായ പിപാസേ ശോകാദിഗോ മോദതേ സ്വർഗലോകേ. സ്വർഗലോകത്തെക്കുറിച്ച് നചികേതസ് എന്ന ബാലനോട് സംസാരിക്കുകയാണ് യമരാജൻ. സ്വർഗ നരകങ്ങളെക്കുറിച്ച്, ജന്മജന്മാന്തരങ്ങളെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞു വരുന്നത് എന്താ? സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി. സ്വർഗലോകത്ത് ഭയമില്ല, യാതൊരു രൂപത്തിലുമുള്ള പ്രയാസങ്ങളില്ല. അവിടെ വിശപ്പില്ല, ദാഹമില്ല. അവിടേക്ക് പോകുന്നവർ അവിടെ കാലനില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രയാസവുമില്ലാതെ അവർ അവിടെ സ്ഥിരവാസികളായി ജീവിക്കുന്നു. ഇത് പറയുന്നത് ഉപനിഷത്താണ്, കഠോപനിഷത്താണ്. ഇനി നരകത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ച ഒരു വചനം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, സൃഷ്ടിപൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അന്തം തമഹ പ്രവിശന്തിയെ സംഭൂതിമുപാസതേ തയോ ഭൂയ ഇവതേ തമോ യൗ സംഭൂധ്യാം രഥഃ. ആ അന്ധകാരത്തിലാണ് പതിക്കുക. ആരാണ്? ദേവപിതൃ മാനവാദികളെ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നവരെ ആരാധിക്കുന്നവർ, ഉപാസിക്കുന്നവർ. ഇത് പറയുന്നത് ആരാ? ഈശാവാസ്യോപനിഷത്താണ്, യജുർവേദമാണ്. യജുർവേദത്തിൽ പറയുന്നതാണ് ഘോരമായ അന്ധകാരത്തിൽ പതിക്കും. ആ ഘോരാന്ധകാരം അസൂര്യ നാമതേ ലോകേ അന്ധേന തമസാവൃതാഹ താംസ്ത്യാ പ്രേധ്യാഭിഗച്ഛന്തിയേ ചാത്മഹാനോ ജനഃ. അതും പഠിപ്പിച്ചു ആര്? ഈശാവാസ്യത്തിൽ തന്നെ 3-ാമത്തെ വചനത്തിൽ അസൂര്യ നാമതേ ലോകേ, സൂര്യനില്ലാത്ത ലോകങ്ങൾ, അവിടേക്കാണ് പോകുന്നത്. ആരാണ്? ആത്മഘാതികൾ, സ്വന്തത്തെ മനസ്സിലാക്കാത്തവർ, സ്വന്തത്തെ കൊന്നുകളഞ്ഞവർ. ആത്മഹത്യ ചെയ്തവരല്ല, മറിച്ച് സ്വന്തം ആത്മാവിനെ കൊന്നുകളഞ്ഞവർ. സ്വന്തം ആത്മാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം എന്തിനാ അവിടെ ജനിച്ചത്, എന്തിനാ അവിടെ ജീവിക്കണതെന്ന് അറിയാതെ ജീവിച്ച് തിമർത്ത് ജീവിച്ച് പോയ ആളുകൾ, അവർ ഇതിലാണ് കിടക്കുക. എന്നാൽ പിന്നീട് എന്തുണ്ടായി? പുനർജന്മ വിശ്വാസം ഉണ്ടായി. പുനർജന്മ വിശ്വാസം എപ്പോൾ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ എങ്ങനെയാണത് ഉണ്ടായതെന്ന് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും. ആദ്യമായി നമ്മൾ ശ്രുതി ഗ്രന്ഥങ്ങളിൽ പുനർജന്മം കാണുക ഛന്ദോഗ്യോപനിഷത്തിലാണ്. ഛന്ദോഗ്യോപനിഷത്തിൽ 5-ാമത്തെ അധ്യായം, 5-ാമത്തെ മണ്ഡലം 10-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം എടുത്ത് പരിശോധിച്ച് നോക്കുക. അവിടെ ഗദ്യ രൂപത്തിലാണ് വചനം. അവിടെ പറയുന്നത് എന്താ?
അങ്ങനെ ഈ ജന്മത്തിൽ നന്മ ചെയ്ത ആളുകൾ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണൻ്റെയോ ക്ഷത്രിയൻ്റെയോ വൈശ്യൻ്റെയോ യോനിയിൽ ജനിക്കുന്നു. ഈ ജന്മത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കാതെ തിന്മയിൽ അധിഷ്ഠിതമായി ജീവിച്ചവർ അടുത്ത ജന്മത്തിൽ പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളൻ്റെയോ യോനിയിൽ ജനിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ എങ്ങനെയാണ് പുനർജന്മ വിശ്വാസം ഉണ്ടായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്താ? നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇവിടെ എന്താ? കഴിഞ്ഞ ജന്മത്തിൽ നന്മ ചെയ്തവർ ഇവിടെ ഈ ജന്മത്തിൽ എന്തായിട്ടാണ് ജനിക്കണത്? ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വർണ്ണാശ്രമ ധർമ്മപ്രകാരമുള്ള ഉയർന്ന അവസ്ഥകൾക്ക് കാരണം എന്താ? കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്ത നന്മകളാണ്. ഇപ്പോൾ പന്നിയെയും പട്ടിയെയും ചണ്ടാളനെയും, ചണ്ടാളനാരാ? 4 വർണ്ണങ്ങളിലും പെടാത്തയാളാണ്, മനുഷ്യനാണ്. അവൻ പന്നിയെയും പട്ടിയെയും പോലെ ആയത് എന്തുകൊണ്ടാ? അവൻ കഴിഞ്ഞ ജന്മത്തിൽ തിന്മ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ അതവൻ്റെ ജന്മപാപമാണ്, ജന്മം കൊണ്ട് തന്നെ ഉണ്ടായതാണ്. അങ്ങനെ ജന്മം കൊണ്ടുണ്ടായത് മാറാൻ എന്താ മാർഗം? മാറാൻ മാർഗം ചണ്ടാളൻ്റെ സ്വധർമ്മം എന്താണോ അത് കൃത്യമായിട്ട് അനുഷ്ഠിക്കലാണ്. ചണ്ടാളൻ്റെ സ്വധർമ്മം എന്താണ്? ചണ്ടാളൻ്റെ സ്വധർമ്മം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ ദാസ്യവേലയാണ്. അപ്പോൾ ഈ ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ തിന്മ ചെയ്തതുകൊണ്ട് നീ ഇപ്പോൾ ചണ്ടാളനായി ജനിച്ചു. ഈ ജന്മത്തിൽ നിന്റെ ധർമ്മമായ സ്വധർമ്മമായ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ ദാസ്യവേല നീ കൃത്യമായി ചോദ്യം ചെയ്യാതെ അനുസരിച്ചുകൊണ്ട് ചെയ്താൽ നിനക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ യോനിയിൽ ജനിക്കാൻ കഴിയുമെന്ന് വരുത്തുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് ഉപോത്ബലകമായി ആരോ ഉണ്ടാക്കിയൊരു സിദ്ധാന്തം മാത്രമാണ് പിൽക്കാലഘട്ടത്തിൽ പുനർജന്മ വിശ്വാസം. യഥാർത്ഥത്തിൽ ഭാരതീയ ഗ്രന്ഥങ്ങളുടെയും മൂലങ്ങളിലേക്ക് പോയാൽ നമ്മൾ കാണുക മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം തന്നെയാണ് എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഗോഡ് ഡെലൂഷൻ മാത്രമല്ല, ഒരുപാട് ഗ്രന്ഥങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവ നിഷേധത്തിന് വേണ്ടി എഴുതപ്പെട്ടതുണ്ട്. റിച്ചാർഡ് ഡോക്കിൻസ് മാത്രമല്ലല്ലോ, റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ മുമ്പും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്, ദൈവനിഷേധികളായ ശാസ്ത്രജ്ഞന്മാർ. തീർച്ചയായും. പക്ഷേ അവർ എല്ലാവരും തത്വശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ദൈവമില്ല എന്ന് വരുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ശാസ്ത്രം, സാങ്കേതിക വിദ്യ എല്ലാം തന്നെ ദൈവത്തിൻ്റെ അസ്തിത്വം കൂടുതൽ കൂടുതൽ ശക്തമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ദൈവത്തിൻ്റെ അസ്തിത്വം ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത വിധം ശക്തമായി പുതിയ ശാസ്ത്ര പഠനങ്ങളാണെങ്കിലും പുതിയ ശാസ്ത്ര സിദ്ധാന്തങ്ങളല്ലെങ്കിലും സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. ജീവപരിണാമം എന്ന ആശയമാണെങ്കിൽ ഇന്ന് ജീവശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിലെ ഒരു മ്യൂസിയത്തിൽ വെക്കാൻ തക്ക പാകത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവശാസ്ത്ര പരിണാമവാദത്തിൻ്റെ പിതാവായ ഡാർവിൻ പറഞ്ഞ എല്ലാ വാദങ്ങളും അസംബന്ധങ്ങളാണ് എന്ന് ഡാർവിനിസ്റ്റുകൾ തന്നെ തെളിയിക്കുകയും ആ ഡാർവിനിസ്റ്റുകൾ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം.